ഹായ് ഗൈസ്, ഈ രാത്രി ഈ വീഡിയോ ഇടാൻ കാരണം ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് ഐ സ്പീക്ക് അബൌട്ട് ദ ഡേർട്ടി ഗെയിം ഓഫ് പി ആർ ടീം. ഈ പി ആർ അറ്റാക്ക് എനിക്ക് ഫസ്റ്റ് വീക്ക് മുതലേ വന്ന് തുടങ്ങി. പക്ഷെ ഞാൻ ഒരു ഗെയിമിന് പാർട്ടായിട്ടേ കണ്ടുള്ളൂ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ വളരെ പേഴ്സണൽ എന്താ പറയുക, വളരെ പേഴ്സണൽ മോശം ചീപ്പ് കമൻറ്റ്സ് ആൻഡ് ഡി എംസ് വന്ന് തുടങ്ങി. ദാറ്റ് ടു ഫ്രം ദ ഫേക്ക് അക്കൗണ്ട്സ്. കഴിഞ്ഞ കുറേ വീക്സ് ആയിട്ട് എനിക്ക് വന്ന വളരെ മോശമായിട്ട് കമൻറ്റ്സ്, മെസ്സേജസ് ഫ്രോം ദ പി ആർ ടീം. എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല. ഞാനും അതുപോലെ ഫാമിലിയും കുറേ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇത് ആരുടെ പി ആർ ആണ്, ഏത് പി ആർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ എം നോട്ട് സെയിങ് ഹിയർ. ഒരു ദിവസം ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു. ബിക്കോസ് എനിക്ക് നന്നായിട്ട് അറിയാം ഇതെല്ലാം പി ആർ സ്ട്രാറ്റജിയാണ്. ഇത് കുറേ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ബട്ട് ഞാനിത് പറയാനിത് എൻ്റെ ഫാമിലിക്ക് ഒന്നും അറിയില്ല. ഇതിപ്പോൾ പറയാൻ കാരണം ഇത് എല്ലാവർക്കും സൈബർ ബുള്ളിങ്സ്, അറ്റാക്സ് ഫേസ് ചെയ്യാൻ പറ്റില്ല. ആസ് എ ഡോക്ടർ, I'm telling you guys, you don't have any idea. People go into the severe stage of the depression and anxiety. Even they have a suicidal thoughts because of these cyberbullying attacks and all. So please stop cyberbullying. 6 വർഷത്തിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഇതുപോലെ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു ബിഗ് ബോസ് സീസൺ വരുന്നത്. ഒന്നാമത്തെ സീസണിൽ മാത്രമായിരുന്നു സാബുമോൻ, അബ്ദുസമദ്, പേളി മാണി എന്നിവർ കട്ടയ്ക്ക് നിന്നിരുന്നു. പിന്നീട് രണ്ടാമത്തെ സീസണിലെ കൊറോണ കാരണം എല്ലാവരെയും വിജയികളായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും സീസണിൽ ആരായിരിക്കും വിജയി എന്ന് നേരത്തെ തന്നെ പ്രേക്ഷകർക്കെല്ലാം ഊഹിക്കാമായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന അനീഷാണ് കപ്പടിക്കാൻ സാധ്യത എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് അനുമോളാണ് യഥാർത്ഥ പ്ലെയർ എന്നാണ് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്നാൽ ഇതിനിടയിലാണ് തനിക്കെതിരെ പി ആർ ടീമിന്റെ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള അക്ബർ ഖാന്റെ ഭാര്യ ഡോക്ടർ ഷെറീൻ ഖാന് രംഗത്ത് വരുന്നത്. ഇവിടെ പറയാൻ പോലും പറ്റാത്ത രീതിയിൽ തന്നെ ആക്രമിക്കുകയാണെന്നും തന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഷെറീൻ ഖാൻ ഇത് ആരോപണം ഉന്നയിച്ചത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ബിഗ് ബോസിലെ കരുത്തനായിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അക്ബർ ഖാൻ എന്ന് പറയുന്നത്. ഫിനാലെ വീക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അക്ബർ ഖാൻ ടോപ്പ് 5 എത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. 7 പേരാണ് ഫിനാലെ വീക്കിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ പുറത്തായിരുന്നവരൊക്കെ ഇപ്പോൾ ഹൗസിൽ തിരികെയും എത്തിയിട്ടുണ്ട്. ഫിനാലെ വീക്കിന്റെ ഭാഗമായാണ് ഇവര് തിരികെ എത്തിയത്. ആഴ്ചകളായിട്ട് ഹൗസിൽ പി ആറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. പുറത്തായവർ തിരികെ എത്തിയതോടെ വീണ്ടും പി ആർ ചർച്ചകൾ കൊഴുക്കുകയാണ് ഇപ്പോൾ. തന്നെ അനുമോളുടെ പി ആർ കട്ടപ്പ എന്ന് വിളിച്ചതായിട്ടും ശൈത്യ ആരോപിച്ചിരുന്നു. പലരും അനുമോളുടെ പി ആറിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ബിഗ് ബോസിലെ എല്ലാവർക്കും പി ആർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മറുവാദവും. അതിനിടയിൽ തന്നെയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് അക്ബർ ഖാന്റെ ഭാര്യ ഷെറീൻ ഖാനും രംഗത്ത് വന്നത്. എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കെ ബിബി വീട്ടിലെ സംഘർഷ അവസ്ഥയ്ക്ക് ഒരു അയവ് വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള ടോപ്പ് 5 മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുമ്പോഴും വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ബിബി ഹൗസിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലേ, ഈ ഒരു ഫിനാലെ വീക്കിലെ മുൻ മത്സരാർത്ഥികൾ, അതായത് എവിക്റ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഈ ഒരു ബിബി ഹൗസിൽ തിരിച്ചു വരുന്നത് ഒരു പതിവുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ആഴ്ചകളിൽ പൊതുവെ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മുൻ സീസണുകളിലൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ എല്ലാ പ്രശ്നങ്ങളും ബിഗ് ബോസ് വീട്ടിൽ വെച്ച് തന്നെ തീർക്കണം എന്നുള്ള തീരുമാനമായിട്ടാണ് RJ ബിൻസി അടക്കമുള്ള മുൻ മത്സരാർത്ഥികളും എത്തിയിരിക്കുന്നത്. ഇതിന്റെ തുടർച്ച എന്നോണമാണ് വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്ന അക്ബറിനെയും ഇന്നലത്തെ എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞത്. അനുമോൾ തന്നെയാണ് ഇത്തവണയും ചർച്ചാ വിഷയം. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അനുമോളുടെ യഥാർത്ഥ മുഖം താൻ വെളിപ്പെടുത്തുമെന്നാണ് അക്ബർ പറയുന്നത്. അനുമോളുടെ പി ആർ തന്റെ കുടുംബത്തെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നു എന്നാണ് അക്ബർ ആരോപിക്കുന്നത്. പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ വരെ അനുമോൾ പി ആർ ഉപയോഗിച്ച് വിലയ്ക്ക് വാങ്ങുന്നുവെന്നും അക്ബർ ആരോപിക്കുന്നുണ്ട്. സരികയുടെയും ആദിലയുടെയുമായിരുന്നു അക്ബർ പ്രധാനമായിട്ടും സംസാരിച്ചിരുന്നത്. എന്നാൽ പുറത്തുള്ള കാര്യം, അതായത് ഈ ഒരു പി ആർ ടീം തന്റെ കുടുംബത്തെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ അക്ബർ എങ്ങനെയാണ് ബിബി ഹൗസിലിരുന്ന അക്ബർ അറിഞ്ഞത്? എന്നാൽ അക്ബർ പറയുന്നത് ആര്യനാണ് ഇക്കാര്യങ്ങൾ വന്ന് പറഞ്ഞതെന്നാണ്. അപ്പൊ ആര്യനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ആ ഒരു തിരി കൊളുത്തിയത്. ആര്യൻ വന്ന് പറഞ്ഞതാ അനുമോളോട് സംസാരിക്കാൻ പേടിയാണെന്ന്. അവന്റെ അമ്മയുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇവൾ ഏൽപ്പിച്ച പി ആർ ടീം കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ അമ്മയെ നാട്ടുകാർ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ അവന് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അവളുടെ റിയൽ ഫേസ് തുറന്നു കാണിക്കുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ തുറന്നു കാണിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് കൂടി തുറന്നു കാണിച്ചിട്ടേ പോവുകയുള്ളൂ. കപ്പ് കോപ്പ് പോട്ടെ, പുല്ല് നമുക്കൊരു തേങ്ങയുമില്ല.
തുടക്കം മുതൽ അവൾക്കെതിരെ സംസാരിച്ചിരുന്ന ആളാണ് ഞാൻ. ഈ നിമിഷം വരെ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതിനിടയിൽ തന്നെ ശാരിക പറയുന്നുണ്ട് ഇത് അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി ആണ് എന്നുള്ളത്. എന്നാൽ അതിനും തിരിച്ച് നമ്മുടെ അക്ബർ മറുപടി നൽകുന്നുണ്ട്. മറ്റുള്ളവരുടെ കുടുംബം ഇല്ലാതാക്കുന്നതാണോ അവളുടെ ഗെയിം സ്ട്രാറ്റജി? 50 ലക്ഷത്തിന് വേണ്ടി അവൾക്കെതിരെ സംസാരിക്കുന്ന 25 പേരുടെ കുടുംബം ഇല്ലാതാക്കുന്നതാണോ അവളുടെ സ്ട്രാറ്റജി? PR-ഉം വെച്ച് എന്ത് തെണ്ടിത്തരവും വിളിച്ചു പറയാൻ എന്നുള്ളതാണോ അവളുടെ തന്ത്രം? എന്റെ പെണ്ണിനെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇത്രയും ദിവസം ജെനുവൻ ആയാണ് നിന്നത്. ഫേക്ക് കളിച്ചും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തും അവളുടെ കയ്യിൽ കാശുണ്ടെന്ന് കരുതി നമ്മളെ കരിമാരി തേക്കുകയാണ്. പല സ്റ്റേറ്റുകളിലും പോയി അവൾ വോട്ട് മേടിക്കുകയാണ്. നമ്മളെ ആക്രമിക്കുന്നതൊക്കെ നമ്മുടെ കുടുംബത്തെ ആക്രമിക്കുന്നത് എന്തിനാണ്? വൈകാരികമായിട്ടാണ് അക്ബർ ആദിലയോടും ശാരികയോടും ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ സമാധാനമായി ഇരിക്കാനാണ് ശാരിക അക്ബറിനോട് പറയുന്നത്. ഇത്തരത്തിലുള്ള വൾഗർ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാനായി നമ്മളെ അനുമോൾ യൂസ് ചെയ്യുകയായിരുന്നു എന്നാണ് ആദില ഇതിനിടെ പറയുന്നത്. ഇവിടെ നിൽക്കുന്ന 26 പേരും അവളുടെ യഥാർത്ഥ മുഖം അറിയണമെന്നും ആദില ഇടയ്ക്ക് പറയുന്നുണ്ട്. എന്തായാലും ഫിനാലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എങ്ങനെയാണ് ഇനി പ്രേക്ഷക വിധി എന്നാണ് കണ്ടറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അനുമോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതല്ലേ. കാരണം എല്ലാവരും അനുമോളുടെ PR, അനുമോൾ കാശ് കൊടുത്ത് PR-നെ ഇറക്കിയിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് കപ്പ് നേടാനായിട്ടിരിക്കുന്നത്. ഒരു പക്ഷെ എങ്ങാണ്ട് അനുമോളാണ് കപ്പ് നേടുന്നതെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സും അതുപോലെ തന്നെ വിമർശനങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവര് ഈ ഒരു കൂടെയുള്ളവർ തന്നെ പല രീതിയിലും അനുമോളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളെ അഖിൽ മാരാരും ശോഭ ഇഷു എന്താണെന്ന് മനസ്സിലായില്ലേ? അവർ തമ്മിൽ ഇപ്പോഴും ആ ഒരു കപ്പിന്റെ പേരും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേസിലും. ശരിക്കും അനുമോൾക്ക് ഒരു PR-ന്റെ ആവശ്യമുണ്ടോ? കാരണം നമുക്കറിയാം ഒരു സീരിയൽ താരമാണ്. സ്റ്റാർ മാജിക്കിലൂടെയാണ് നമ്മൾ അനുമോൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞു തുടങ്ങിയതും. സ്റ്റാർ മാജിക്കിലുള്ള ഒരു ജനപ്രീതി തന്നെയാണ് അനുമോളെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചതും. പല ഉദ്ഘാടനങ്ങളും ചെയ്തതും മറ്റു കാര്യം പല രീതിയിലും അനുമോൾ ഒരു ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ BB ഹൗസിനകത്ത് അനുമോളിനെ ഒറ്റപ്പെടുത്തി നിർത്തുന്ന ഒരു സ്ട്രാറ്റജി. ഇതിനിടയ്ക്ക് അനീഷ് എന്നൊരു വ്യക്തിയെ കുറിച്ച് ഒരു ചർച്ചയുമില്ല, ഒരു കണ്ടന്റുമില്ല, ഒരു സ്ട്രാറ്റജിയുമില്ല, ഒന്നുമില്ല. അനീഷ് എന്നൊരു വ്യക്തി അവിടെ ഉണ്ടോ എന്ന് പോലും തന്നെ അറിയാൻ സാധിക്കില്ല. കാരണം മൊത്തവും ചർച്ചാ വിഷയം ഇപ്പോൾ അനുവിന്റെ PR ഇത് തന്നെയാണ്. കാരണം കൂടെ ഉള്ളവർ വരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അക്ബർ ഖാന്റെ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ കണ്ടില്ലേ. ശരിക്കും ഈ ഒരു ടൈമിലാണ് അക്ബർ ഖാന്റെ വൈഫായിട്ടുള്ള ഷെറീൻ ഖാനും ആ ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നത്. ഈ ഒരു ഫിനാലേക്ക് അടുത്തെത്തുന്ന സമയത്ത് പല രീതിയിലും പല യഥാർത്ഥ ഗെയിമേഴ്സിനെയൊക്കെ കുറച്ച് പിന്നിലോട്ടാക്കാനുള്ള പല സ്ട്രാറ്റജികളും ഉണ്ടാകാറുണ്ട്. അതിന്റെ ഭാഗമാണോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ നവംബർ 9-നാണ് നടക്കുന്നത്. ആ ഒരു ഡേക്ക് അതായത് ജനപിന്തുണ ഇനി ആർക്കാണ് കിട്ടുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഒരു പക്ഷെ അനുമോളാണ് കപ്പ് നേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അനുമോൾക്കെതിരെ PR-ന്റെ ബലത്തിലാണ് അനുമോൾ കപ്പ് നേടിയെന്നുള്ള വാദങ്ങളും പുറത്തു വരും. അതുപോലെ തന്നെ അനീഷിനും ഉണ്ട് PR. അതുപോലെ തന്നെ ഇപ്പം PR എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് PR ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹൗസിലുള്ള എല്ലാവർക്കും PR ഉണ്ടായിരിക്കും. ഇപ്പൊ ഇത് പുറത്തു വരാൻ കാര്യം തന്നെ ബിന്നി പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ കാര്യം തന്നെ. പക്ഷെ അനുമോൾ അത് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ബിന്നിയുടെ സ്റ്റേറ്റ്മെന്റിലൂടെയാണ് ഈ ഒരു PR-നെ കുറിച്ച് ഇത്ര രീതിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തത്. പക്ഷെ പുറത്തിറങ്ങിയപ്പം നമ്മുടെ ബിന്നി പല രീതിയിൽ അതിനെ മാറ്റി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ കണ്ടതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഗ്രാൻഡ് ഫിനാലെയുടെ അന്ന് എന്താണ് അല്ലെങ്കിൽ ആരാണ് വിജയി എന്നുള്ളത്.